ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ദുബായിൽ സ്വർണ്ണവില കുതിക്കുന്നു. ദുബായ് വിപണിയിൽ ഗ്രാമിന് 4 ദിർഹം വരെ കൂടി. വരും ദിവസങ്ങളിലും വിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം ആഗോള വിപണിയിൽ പ്രതിഫലിച്ചതോടെയാണ് ദുബായിൽ സ്വർണ്ണവിലയിൽ വൻ വർധന റിപ്പോർട്ട് ചെയ്തത്. ദുബായിൽ 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 582.50 ദിർഹമാണ് വില. ബുധനാഴ്ച ഇത് 578 ദിർഹമായിരുന്നു. 4.5 ദിർഹത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് 4 ദിർഹം വർദ്ധിച്ച് 539.25 ദിർഹത്തിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ഊർജ്ജ മേഖലയിലെ ആശങ്കകളും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാൻ, US, ഇസ്രായേൽ പ്രശ്നങ്ങളെ തുടർന്ന് നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുകയാണ്. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സ്വർണ്ണവിലയിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹജ്ജ് പെർമിറ്റില്ലാതെ പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിക്കുകയോ നിർവഹിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർ 20,000 റിയാൽ വരെ പിഴ നൽകേണ്ടി വരും. വരാനിരിക്കുന്ന ഹജ്ജ് സീസണിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചടങ്ങുകൾ സുഗമമായി നടത്തുന്നതിനുമായി കർശനമായ ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം. പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിക്കുകയോ നിർവഹിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർ 20,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിസിറ്റ് വിസകളിൽ രാജ്യത്തെത്തിയവർക്ക് ദുൽഖഅദ് 1 മുതൽ ദുൽഖഹിജ്ജ് 14 വരെ മക്കയിലോ മറ്റു പുണ്യസ്ഥലങ്ങളിലോ പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും കർശന വിലക്കുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 20,000 റിയാൽ വരെ പിഴ നൽകേണ്ടി വരും. ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഹജ്ജ് പെർമിറ്റ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ മന്ത്രാലയം പുറത്തുവിട്ടത്. സന്ദർശന വിസയുള്ളവരെ ഹജ്ജ് കാലത്ത് മക്ക നഗരത്തിലേക്ക് പുണ്യസ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നവർക്ക് 1,00,000 റിയാൽ പിഴ ചുമത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകരുടെ എണ്ണത്തിനനുസരിച്ച് പിഴ വർദ്ധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രാസേവന സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധന നടത്തി ഖത്തർ ഗതാഗത മന്ത്രാലയം. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ലിമോസിൻ കമ്പനികളിലും ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ വഴി യാത്രാസേവനം നൽകുന്ന സ്ഥാപനങ്ങളിലുമാണ് ഖത്തർ ഗതാഗത മന്ത്രാലയം പരിശോധന നടത്തിയത്. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പരിശോധനയിൽ 32 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. വാണിജ്യ സേവന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടന്നു. യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ കമ്പനികൾ ഉറപ്പാക്കണമെന്ന് ഗതാഗത മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ഗതാഗത നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കമ്പനികൾ കർശനമായി പാലിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. പരിശോധനകൾ തുടരുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കില്ലെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.